അല്ല, ഇത് വളരെ ഗൗരവമേറിയ പ്രശ്നമാണ്. ഒന്നിങ്ങനെ ഈ പഴയ കെട്ടിടം അപകടകരമായ അവസ്ഥയിലാണ് എന്ന വിവരം നേരത്തെ തന്നെ ഇതിൻ്റെ അധികാരികൾക്ക് അറിയാം എങ്കിൽ അതിലെടുക്കേണ്ട ചില പ്രിക്കോഷൻസ് ഉണ്ട്. ഇപ്പോൾ അത് വീണപ്പോൾ ട്രെയിൻ കണ്ടില്ല, ഇത് 10 മണിക്ക് വന്ന ട്രെയിനാണ്. ഒന്ന് പ്രോപ്പർ ബാരിക്കേഡിങ് വളരെ പ്രധാനമാണ്. രണ്ട്, ഇത് പരസ്യപ്പെടുത്തണമായിരുന്നു. ഇങ്ങനെ ഒരു അപകടകരമായ സ്ഥിതിയുണ്ട്, അതുകൊണ്ട് ജനങ്ങൾ ശ്രദ്ധിക്കണം. കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ഒരു പരസ്യപ്പെടുത്തൽ നടത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് അവിടെ ആ ഭാഗത്തൊക്കെ സെക്യൂരിറ്റിയെ വെക്കണമെന്ന് പ്രത്യേകം ഞങ്ങൾ തന്നെ പറഞ്ഞത്. മൂന്നാമത്തത്, മാനുവൽ വളണ്ടിയേഴ്സ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിൽ ജീവനക്കാർ നിന്നുകൊണ്ട് ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്, ഇങ്ങോട്ട് കിടക്കരുത് എന്ന് പറയാൻ പ്രത്യേക വളണ്ടിയർ സംവിധാനം വേണം. അതും വന്നിട്ടില്ല. എന്തായാലും വലിയൊരു രക്ഷപ്പെടലാണ് രക്ഷപ്പെട്ടത്. ഇത് ഈ ട്രെയിൻ വരുന്നതിൻ്റെ കുറച്ച് ആ സമയത്തൊക്കെ ആണെങ്കിൽ വലിയ അപകടമാവില്ല. വളരെ ഗൗരവമായിട്ട് കാണണം. നമ്മൾ റെയിൽവേ സ്റ്റേഷനുകളിൽ പുതിയ പുതിയ കെട്ടിടങ്ങൾ പണിയുന്നതിന് തിരക്കിനിടയിൽ അത് നല്ല കാര്യം തന്നെയാണ് പുതിയ കെട്ടിടം വരുന്നത്. പഴയ കെട്ടിടത്തിൻ്റെ ഒരു സുരക്ഷ പ്രധാനപ്പെട്ട പ്രശ്നമാണ്, സുരക്ഷിതത്വം. എന്താണ് എനിക്ക് തോന്നുന്നു, കേരളത്തിലെ ഈ റെയിൽവേ സ്റ്റേഷനുകളിലെ പഴയ കെട്ടിടങ്ങളുടെ ഒരു സുരക്ഷാ ഓഡിറ്റ് അടിയന്തരമായി നടത്തുന്നത് നല്ലതാണ്. നാളെ ഇങ്ങനത്തെ ഒരു കാര്യം ആവർത്തിക്കരുത്. വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ ബന്ധപ്പെട്ട അധികാരികൾ കാണണം. ഞാനതിൻ്റെ പ്രധാന ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. ഇവിടെ ഉള്ളവർ മാത്രം വിചാരിച്ചാൽ തീരേണ്ട പല പ്രശ്നമല്ല. ഹയർ അതോറിറ്റിയോടും ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിനോടും മറ്റുള്ളവരോടും സംസാരിക്കും. എന്തായാലും വലിയൊരു രക്ഷപ്പെടലാണ് രക്ഷപ്പെട്ടത്.